എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഷ്ടവക്ര ഗീതയെ പറ്റിയാണ്. സീതാദേവിയുടെ പിതാവായ ജനകരാജാവിനെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? വെറും ഒരു രാജാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം, ഒരു സത്യാന്വേഷകനും കൂടിയായിരുന്നു. ഒരു സായാഹ്നത്തിൽ രാജ്യകാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ അദ്ദേഹം മയങ്ങിപ്പോകുകയും ഒരു സ്വപ്നം കാണുകയും ചെയ്തു. സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം വെള്ളപ്പൊക്കത്തിലും ക്ഷാമത്തിലും നശിച്ചു പോകുന്നത് കണ്ടു. അങ്ങനെ അദ്ദേഹം ഒരു ദരിദ്രനായി അലഞ്ഞു തിരിയുന്നതും ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി യാചിക്കുന്നതും കണ്ടു. ഒടുവിൽ ഒരു ഉണങ്ങിയ റൊട്ടി കയ്യിൽ കിട്ടുന്നു. അത് അദ്ദേഹം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു കഴുകൻ അത് തട്ടിയെടുത്തു. ഇത് കണ്ട് ഞെട്ടി അദ്ദേഹം സ്വപ്നത്തിൽ നിന്നും ഉണരുന്നു. ഉണർന്നപ്പോഴും സ്വപ്നത്തിലെ വിശപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് ജനകരാജാവിന് വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. താൻ സ്വപ്നത്തിൽ കണ്ടതാണോ യാഥാർത്ഥ്യം, അതോ ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണോ യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം സംശയിച്ചു. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി രാജ്യത്തിലെ പണ്ഡിതന്മാരെ വിളിച്ചു. എന്നാൽ ആർക്കും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനായില്ല. അപ്പോഴാണ് അഷ്ടവക്രൻ എന്ന ജ്ഞാനിയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. അഷ്ടവക്രനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന് 8 അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. കാഴ്ചയിൽ ഒട്ടും ആകർഷണീയനല്ലാത്ത ഈ മനുഷ്യൻ എങ്ങനെ രാജാവിന് അറിവ് നൽകും എന്ന് സദസ്സിലെ മറ്റു പണ്ഡിതന്മാർ സംശയിച്ചു. എന്നാൽ ദീർഘവീക്ഷണമുണ്ടായിരുന്ന ജനകൻ അഷ്ടവക്രനിലെ ജ്ഞാനിയെ തിരിച്ചറിഞ്ഞു. ജനകനും അഷ്ടവക്രനും തമ്മിൽ നടന്ന സംഭാഷണം അഷ്ടവക്ര ഗീത എന്നറിയപ്പെടുന്നു. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും സവിശേഷമായ സംഭാഷണമായി കണക്കാക്കുന്നു. ജീവിതത്തിൻ്റെ പരകോടിയിലെത്തിയിട്ടും സത്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളും പരമമായ അറിവ് സ്വായത്തമാക്കിയ ഒരാളും തമ്മിലുള്ള സംഭാഷണമാണിത്. അർജുനന് ഭഗവാൻ കൃഷ്ണൻ യുദ്ധഭൂമിയിൽ നൽകിയ ഗീതയിൽ നിന്നും വ്യത്യസ്തമായി ഇത് രാജസദസ്സിലാണ് നൽകപ്പെട്ടത്. അഷ്ടവക്ര ഗീത നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സത്യം ദേഹത്തിലും മനസ്സിലുമല്ല, ആസ്വാദ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും മാറ്റങ്ങളിൽ മാറാതിരിക്കുന്ന ശുദ്ധ സാക്ഷിയിലാണ്. നന്ദി, നമസ്കാരം.